പ്രിയദർശിനി ബസ്സിലെ യാത്രയ്ക്ക് മുമ്പ് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു രാവിലെ വിഴിഞ്ഞത്ത് നിന്നും ആദ്യത്തെ ഡ്യൂട്ടിക്ക് പോയ വനിതാ കണ്ടക്ടർ സിന്ധു. സന്തോഷകരമായ യാത്ര കഴിഞ്ഞ് വിഴിഞ്ഞം ഡിപ്പോയിലെ ഓഫീസിലേക്ക് പോകുവാൻ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി നടക്കുമ്പോൾ കുഴിയിൽ വീണ് പരിക്കേറ്റു. വിഴിഞ്ഞം ഡിപ്പോയിലെ ഈ കുഴിയിൽ വീണ് ബസ്സിലെ യാത്രക്കാർക്ക് പരിക്ക് പറ്റുന്നത് ഇവിടത്തെ പതിവ് കാഴ്ചയാണ്. ഡിപ്പോയിലെ പ്രവേശന കവാടം മുതലുള്ള പല കുഴികളും ഇപ്പോൾ കുളമായി മാറിയിരിക്കുകയാണ്. മാസങ്ങളായി ഈ സ്ഥിതി തുടരുമ്പോഴും പരിഹാരം കാണാതെ പോകുന്നതിൽ പലപ്പോഴും നാട്ടുകാരും രോഷാകുലരായി മാറുകയാണ്. വെങ്ങാനൂർ സ്വദേശി സിന്ധുവിൻ്റെ കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. 1.5 മാസത്തെ വിശ്രമമാണ് ആശുപത്രിയിൽ നിർദ്ദേശിച്ചത്. സമയം വയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുഴിയും കല്ലും ഒക്കെ നിറയാനുണ്ടായിരുന്നു. കല്ലിൽ തട്ടാതെ മാറ്റി വെച്ചതാണ്. പക്ഷെ ഇങ്ങനെ സ്ലിപ്പായി ഞാൻ താഴെ വീണു. ജയിച്ചപ്പോഴേക്കും കാലിൻ്റെ കണ്ണ് മൊത്തം നീരായി. പിന്നെ ആശുപത്രിയിൽ പോയി എക്സ്റേ ഒക്കെ പൊട്ടലുണ്ടെന്ന് മനസ്സിലായി. പ്ലാസ്റ്ററൊക്കെ ആക്കി. വിഴിഞ്ഞം ഡിപ്പോയിലും പരിസരത്തും വെള്ളക്കെട്ട് നിറഞ്ഞ വലിയ കുഴികളാണ്. പലരും ഈ കുഴിയിൽ വീണ് അപകടം പറ്റുന്നതും ഇവിടത്തെ പതിവ് കാഴ്ചയുമാണ്. ഡിപ്പോയിലെ കുഴിയിൽ വീണ് നട്ടെല്ലിന് പരിക്ക് പറ്റിയവരും നിരവധിയാണ്. ബസ്സിൽ യാത്രക്കാരുമായി ഡിപ്പോയിൽ പ്രവേശിക്കുമ്പോൾ കുഴിയിൽ വീഴുന്ന ബസ്സിലെ പിൻ സീറ്റിലിരിക്കുന്ന യാത്രക്കാർക്ക് തല മുകളിൽ തട്ടി പരിക്കേൽക്കുന്നതും നിത്യകാഴ്ചയാണ്. രാവിലെ പ്രിയദർശിനി ബസ്സിലെ കണ്ടക്ടറായി പല സ്ഥലത്തു നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയയാളാണ് കണ്ടക്ടർ സിന്ധു. ഇനിയെങ്കിലും ഈ കുഴിക്ക് ശാശ്വത പരിഹാരം കാണുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകണമെന്നും നാട്ടുകാരും അഭിപ്രായപ്പെട്ടു.